എവിടെ പോവാ മോനു? ബട്ടർഫ്ലൈ. കപ്പ വന്നേ കണ്ട. ഡപ്പ അല്ല കപ്പ. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. വാ. കപ്പ റെഡി. അപ്പൊ ഇന്ന് നമ്മൾ കപ്പ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. ഇവിടെ ഇപ്പൊ ഞാൻ ഇച്ചിരി കൂടുതൽ കപ്പ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് 1/2 കിലോ കപ്പയും 1/2 കിലോ എല്ല് ചേർന്നുള്ള ബീഫും കൂടെ ചേർത്തിട്ടാണ് കുഴയ്ക്കുന്നത്. അപ്പൊ അതിന് ആദ്യമായിട്ട് കപ്പ നന്നായിട്ട് കഴുകി കൊത്തിയെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തു. എന്നിട്ട് ഇതിപ്പോ വേവിക്കാനായിട്ട് എടുത്തു വെച്ചേക്കുവാണ്. ഇനി ഇത് നമുക്കൊരു 1/4 വേവാകുന്ന സമയത്ത് ഈ വെള്ളം ഊറ്റിക്കളയുക. അതിനുശേഷം നമുക്കൊരല്പം മഞ്ഞൾ പൊടി ഇട്ട് ബാക്കിയും കൂടെ വേവിച്ച് ഉടച്ചെടുക്കാം. അപ്പൊ കപ്പ വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കപ്പ വേവിക്കുന്ന വെള്ളം ആദ്യത്തത് എപ്പോഴും ഊറ്റിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കപ്പ വേവിച്ച അതേ സമയം തന്നെ നമുക്ക് പോത്ത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പൊ എപ്പോഴും എല്ലും കപ്പയും കൂടെ ഉള്ള കോമ്പിനേഷൻ ആകുമ്പോൾ അല്പം എല്ലുള്ള ഇറച്ചി വേണം എടുക്കാനായിട്ട്. അപ്പൊ ഈ നെഞ്ചിന്റെ ഭാഗത്തെ എല്ലാണ് കപ്പ കുഴയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത്. ഇതിപ്പോ 1/2 കിലോ ഉണ്ട്. അപ്പൊ 1/2 കിലോ ഇറച്ചി എടുക്കുമ്പോൾ 1/2 കിലോ കപ്പ മതിയാകും. ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്.
1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. പേസ്റ്റ് അല്ല, ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 കാന്താരി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ആദ്യം ഒരല്പം ചേർത്ത് കൊടുക്കുക, പിന്നെ പോരെങ്കിൽ എരിവ് പോരെങ്കിൽ വീണ്ടും ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. കളറിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്. ഇനി അല്പം പച്ച വെളിച്ചെണ്ണ, 2-3 ഇതള് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നമുക്കൊന്ന് വെക്കാം. അതിനുശേഷം നമുക്കിത് കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനി ഇത് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഓരോ പോത്തിന്റെ ഇതുപോലെ ഇരിക്കും അതിന്റെ വേവ്. അപ്പൊ ആദ്യം നിങ്ങൾ ഒരു 2 വിസിലൊക്കെ കൊടുത്തിട്ട് ആവി പോയതിന് ശേഷം നോക്കുക വെന്തിട്ടുണ്ടോന്ന്. പോരെങ്കിൽ അതനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പൊ കപ്പ അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരല്പം മഞ്ഞൾ പൊടി, നിർബന്ധമില്ല, താല്പര്യമുള്ളവർക്ക് കപ്പയുടെ ആ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു തിളയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഊറ്റിക്കളയണം. കപ്പയ്ക്കൊരു ചെറിയ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ വിസിലെല്ലാം പോയിട്ടുണ്ട്. വിസിൽ കഴിഞ്ഞൊരു 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇറച്ചി വേകാനായിട്ട്. അപ്പൊ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ഉലർത്താം. കപ്പ കുഴയ്ക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവോള ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള അത്യാവശ്യം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ വേവിക്കാൻ നേരം അതെല്ലാം ചേർത്തു. അതിന്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല ടേസ്റ്റ് പോരെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എരിവ് പോരെങ്കിൽ അതനുസരിച്ച് കുരുമുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് കറിവേപ്പില ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറച്ചിയുടെ ടേസ്റ്റ് നോക്കുക. കപ്പയിൽ മഞ്ഞൾ പൊടിയേ ഇട്ടിട്ടുള്ളൂ, ഉപ്പിട്ടിട്ടില്ല. നമുക്കിനി കുഴച്ചതിന് ശേഷം കപ്പ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. കപ്പ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കുക. നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി അല്ലെങ്കിൽ കപ്പ എല്ലും കൂടെ കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.